വാഴ നട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ അതേ വാഴ കൊണ്ട് നേരിട്ട രാഹുൽ. കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ വഴിയാധാരമാക്കുന്ന ബഫർ സോൺ പ്രഖ്യാപനം സുപ്രീം കോടതി നടത്തിയത് പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു കൊലച്ചതി സത്യവാങ്മൂലത്തിലെ ഗുരുതരമായ പിഴവുകൾ കൊണ്ടുകൂടിയാണ്. വിധി പ്രസ്താവിച്ച സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്ന ദില്ലിയിൽ താമസിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ബഫർ സോൺ വിധിയുമായി യാതൊരു ബന്ധവും കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിക്കില്ല എന്നറിയാമായിരുന്നിട്ടും പിണറായിയുടെ തുടർഭരണം കാരണം പണിയില്ലാതായിപ്പോയ SFIയുടെ കുട്ടി സഖാക്കൾ അദ്ദേഹത്തിന്റെ ഓഫീസ് അടിച്ചു തകർക്കുകയും വളരെ അപമാനകരമായ വിധത്തിൽ അദ്ദേഹത്തിന്റെ സീറ്റിൽ വാഴ വെക്കുകയും ചെയ്തു. അറിവ് പകർന്നു നൽകിയ അധ്യാപിക ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാലക്കാട് വിക്ടോറിയസ് കോളേജിന്റെ മുറ്റത്ത് ആർട്സ് ഇൻസ്റ്റലേഷൻ എന്ന പേരിൽ അവർക്ക് കുഴിമാടം തീർത്ത ഗുരുത്വദോഷികളും ഇളം തലമുറയിൽ നിന്നും ഇതിൽ പരം മേന്മകൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എങ്കിലും സാംസ്കാരിക കേരളത്തിന്റെ സമര ചരിത്രത്തിൽ തികച്ചും അപലപനീയമായി മാറിയിരുന്നു ഇവരുടെ തരംതാണ സമര രീതികൾ. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്റ്റാഫ് അംഗം കൂടിയായ നേതാവും. ബഫർ സോൺ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെ കേരളത്തിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്യം രാഹുൽ ഗാന്ധിയുടെ മേൽ കെട്ടിവെക്കാനുള്ള പരിശ്രമം അതിരു കടന്നതല്ലേ എന്നും പറയാതെയും വയ്യ. ഏതായാലും വയനാട് MP ഓഫീസ് ആക്രമണത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വം തന്നെ രംഗത്തെത്തിയെങ്കിലും കുട്ടി സഖാക്കൾക്ക് മൗനസമ്മതം നൽകി പറഞ്ഞു വിട്ടത് ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. വടിവാളുകൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങിയിട്ടുണ്ട് എന്ന വാചക കസർത്ത് നടത്തുന്നവർ ഇപ്പോൾ നേരിടുന്ന അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ അവർ നടത്തുന്ന സ്പോൺസേഡ് കലാപങ്ങളിൽ ഒന്നായിരുന്നു വയനാട്ടിലേത്. ഇത് മനസ്സിലാക്കാൻ തക്ക സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതിപ്പോ അതും കടന്ന് ആസ്ഥാന മന്ദിരത്തിലേക്ക് എറിഞ്ഞ പന്നിപ്പടക്കമേറലും വരെ എത്തി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ സമീപന രീതിയും നയവും എന്തുമായിക്കൊള്ളട്ടെ, ജനാധിപത്യ വ്യവസ്ഥിതിയിലെ അത്യന്തം മാന്യമായ പ്രതിപക്ഷ ബഹുമാനത്തോടെ വേണമായിരുന്നു അദ്ദേഹത്തോട് സമീപിക്കേണ്ടിയിരുന്നത്. അതിനു പകരം ഹീനമായ കളിയാക്കലും അധികാരത്തിന്റെ ഹുങ്കുകാട്ടിയുള്ള സമര ബലാത്കാരങ്ങളും നമ്മുടെ സംസ്കാരത്തിന് തന്നെ കളങ്കമേൽപ്പിക്കുന്നതായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യമടക്കമുള്ള സമര ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തതാണ്. വയനാട്ടിൽ കുട്ടി സഖാക്കൾ നടത്തിയ ഓഫീസ് ആക്രമണം രാഹുൽ ഗാന്ധിക്ക് നൽകിയത് കനത്ത മൈലേജാണ് എന്നതല്ലേ സത്യം. നാഷണൽ ഹെറാൾഡ് കേസിലെ ചോദ്യം ചെയ്യലുകളുടെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് വയനാട് സന്ദർശനത്തിനെത്തിയ രാഹുൽ കുട്ടി സഖാക്കൾ ഉയർത്തിയ അതേ ബഫർ സോൺ വിഷയത്തിൽ തന്റെ നിലപാടുകൾ തെളിവ് സഹിതം പുറത്തുവിട്ടപ്പോൾ കാര്യമറിയാതെ ആക്രമിച്ച സംഘാംഗങ്ങൾ പോലും ലജ്ജിച്ചുപോയി എന്നതാണ് യാഥാർത്ഥ്യം. ആക്രമത്തിൽ വിശ്വസിക്കുന്ന CPMന്റെ വിചാരം ആക്രമം കൊണ്ട് ആളുകളുടെ സ്വഭാവം മാറ്റിയെടുക്കാമെന്നാണ്. പക്ഷേ അത് ഭീരുത്വം നിറഞ്ഞ അവരുടെ മനസ്സിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ രാഹുൽ ആക്രമങ്ങൾ കണ്ട് പേടിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ടെന്നും തനിക്കും തെല്ലും ഭയമില്ലെന്ന് CPMനെ ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ CPM വിചാരിച്ചത് തന്റെ ഓഫീസ് തല്ലി തകർത്താൽ തന്നെ പേടിപ്പിക്കാമെന്നാണ്. ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള തന്റെ പെരുമാറ്റം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. തന്റെ സ്വഭാവം രൂപപ്പെട്ടത് ഈ രാജ്യത്ത് അധ്വാനിക്കുന്ന ജനങ്ങളോടുള്ള സമീപത്തിൽ നിന്നാണ്. തന്നെ എതിർത്തത് കൊണ്ട് ആർക്കും തന്റെ നിലപാട് മാറ്റുവാൻ കഴിയുകയില്ല. ഇത്രയും പറഞ്ഞ രാഹുൽ തന്റെ ഓഫീസ് ആക്രമിച്ചവരോട് താൻ ക്ഷമിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അക്രമികൾ വാഴ നട്ട തന്റെ ഓഫീസിലെ കസേരയ്ക്ക് മുന്നിൽ അക്ഷോഭ്യനായി അല്പം നേരം നിന്ന രാഹുൽ പിന്നീട് അവർ വെച്ച വാഴ എടുത്തു മാറ്റുകയും അവിടെ ഇരിക്കുകയും ചെയ്തു. രാഹുൽ അക്ഷരാർത്ഥത്തിൽ ആയുധമോ ആക്രോശമോ ഇല്ലാതെ തനിക്കെതിരെ കരുനീക്കിയവരെ തന്റെ വ്യത്യസ്തമായ സമീപനം കൊണ്ട് തളർത്തി കളയുകയാണ് ചെയ്തത്. ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാൻ ശേഷിയില്ലാതെ 51 വെട്ടുകൾ വെട്ടിത്തീർക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ പാർട്ടിയെ സഹിഷ്ണുത കൊണ്ട് നേരിടുകയായിരുന്നു രാഹുൽ. ബഫർ സോൺ വിഷയത്തിൽ തെറ്റുപറ്റിയത് പിണറായി സർക്കാരിനാണ്. അക്കാര്യത്തിൽ ഒരു തിരിച്ചറിവ് എപ്പോഴെങ്കിലും കുട്ടി സഖാക്കൾക്കുണ്ടായാൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വെച്ച പോലുള്ള ഒരു വാഴത്തൈ എടുത്ത് പിണറായിയുടെ ഓഫീസിൽ കൊണ്ടുവയ്ക്കാൻ മനസ്സ് കാണിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.